ഒട്ടുമിക്ക അധ്യാപകരും മനസ്സിലാക്കുന്നത് എൻ്റെ ഡ്യൂട്ടി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ചു കൊടുക്കുക, അർത്ഥം പറയുക, വിശദീകരിക്കുക, പരീക്ഷ എഴുതിക്കുക, മാർക്ക് വാങ്ങുക. എന്നാൽ 100% മാർക്ക് കിട്ടിയാൽ ഞാൻ 100% സാറ്റിസ്ഫൈഡാണ്. എനിക്ക് എന്തുകൊണ്ടാണ് രാഷ്ട്രപതി അവാർഡ് കിട്ടാത്തത് എന്നാണ് ചിലരൊക്കെ മനസ്സിലാക്കുന്നത്. ആ കാലം കഴിഞ്ഞുപോയി. അർത്ഥം പറയാനും വിശദീകരിക്കാനും ഇന്നൊരു അധ്യാപകൻ്റെ ആവശ്യമില്ല. അതിന് ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, നോട്ട്ബുക്ക് എല്ലാം ഉണ്ട്, പെർപ്ലെക്സിറ്റി ഉണ്ട്, ഗ്രോക്ക് ഉണ്ട്. എത്ര ടൂൾസുകളുണ്ട് നമ്മുടെ മുമ്പിൽ. അത് അധ്യാപകൻ പറഞ്ഞ വിശദീകരണത്തേക്കാൾ കൂടുതൽ വിശദീകരണം ChatGPTയിലും ടൂൾസുകളൊക്കെ കാണാൻ കഴിയും. ഒരധ്യാപകൻ്റെ രക്ഷിതാവിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഡ്യൂട്ടി മെൻറ്ററിങ് ആണ്. കുട്ടിയിൽ എത്രമാത്രം ജീവിതം സംസ്കരിച്ചെടുക്കാൻ കഴിയുന്നു, കുട്ടി എത്രമാത്രം ഉത്തരവാദിത്ത ബോധം, പരസ്പര സ്നേഹം, ഒത്തൊരുമ, കൂട്ടായ്മ, ധാർമ്മിക ബോധം, മൊറാലിറ്റി, സ്പിരിച്വാലിറ്റി, ആ കുട്ടി അച്ഛനമ്മമാരോട്, ഉമ്മമാരോട്, കൂട്ടുകുടുംബത്തോട്, സമൂഹത്തോട്, സമുദായത്തോട്, രാജ്യത്തോട് കടപ്പാടുകൾ നിറവേറ്റുന്നു. അവൻ്റെ ജീവിതത്തിലെ പ്ലാനിങ്ങുകളും അവൻ്റെ ടൈം മാനേജ്മെൻറ്റും പഞ്ച്വാലിറ്റിയും അവൻ്റെ ജീവിതത്തിൽ അത് രൂപാന്തരപ്പെടുത്തി കൊടുക്കാൻ ഒരു റോബർട്ടിനും കഴിയില്ല. പരീക്ഷയൊക്കെ നടത്താൻ ഇനി കുറേയും കൂടെ കാലം കഴിഞ്ഞാൽ റോബർട്ട് നടത്തിക്കോളും. അതിൽ റിവാലുവേഷൻ റോബർട്ട് വളരെ സജീവമായി നടത്തിക്കോളും. പക്ഷേ ഇത് നടത്താൻ മെൻറ്ററിങ്ങിന് ഒരു ജീവിതം സംസ്കരിച്ചെടുക്കുക, ജീവിതം നൽകുക, അതാണ് അധ്യാപകൻ്റെ പ്രഥമവും പ്രധാനവുമായ ഡ്യൂട്ടി എന്ന് അധ്യാപകർ മനസ്സിലാക്കണം, കുട്ടികൾ മനസ്സിലാക്കണം. എൻ്റെ അധ്യാപകൻ എന്നെ ശിക്ഷിക്കാനല്ല, എന്നെ രക്ഷിക്കാനാണ് എന്നോട് ഉപദേശിക്കുന്നതും നിർദ്ദേശിക്കുന്നതൊക്കെ. ഡോക്ടർ പലപ്പോഴും രോഗിയെ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്, ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. രോഗി എങ്ങാനും വിഘടിച്ചു നിന്നാൽ രോഗം മാറൂല, മൂർച്ഛിക്കുകയായിരിക്കും ചെയ്യുക എന്ന പോലെ അധ്യാപകൻ്റെ നിർദ്ദേശങ്ങളും ശാസനകളും ഗൗരവത്തിലുള്ള പറച്ചിലെല്ലാം എൻ്റെ നന്മക്കാണെന്ന് കരുതി കുട്ടിയും വിദ്യാർത്ഥിയും മനസ്സിലാക്കാൻ തയ്യാറായാൽ നമ്മുടെ ഒരു പുതുതലമുറയുടെ കൾച്ചർ മാറി നല്ലൊരവസ്ഥയിൽ നമുക്ക് വരുത്തി തീർക്കാൻ കഴിയും.